ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ജനുവരി 31 4:30 അമ്പൂരി കുമ്പിച്ചക്കടവ് പാലം കാണാൻ പോവുകയാണ്. അവിടെ നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ പോവാം. അപ്പോൾ ബാഗൊക്കെ എടുക്കും. ഈ ബാഗിനകത്ത് വലുതായിട്ട് ഒത്തിരി കാര്യമില്ല. ഒരു ഹെഡ്സെറ്റും എൻ്റെ പേഴ്സും മാത്രമാണ്. കട്ടൻസൊക്കെ അടിച്ചു. അപ്പം നമുക്ക് പോവാം. നമ്മൾ വെള്ളറുടെ എത്താറായി. ഏകദേശം ഒരു 12 കിലോമീറ്ററൂടെ പോയാൽ കുമ്പിച്ചൽക്കടവ് പാലം. ഗായ്സ്, ഇനിയൊരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട്. 20 മിനിറ്റാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ വെള്ളറുടെ എത്തി. അപ്പോൾ നമ്മൾ വെള്ളറുടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. ഇതാണ് വെള്ളറുടെ ബസ് സ്റ്റാൻഡ്. ഇനിയപ്പോൾ 8.5 കിലോമീറ്റർ കൂടെ ഇവിടെ ഇടയ്ക്ക് വെള്ളറുടെ ബത്തേര ഓഫീസിൽ വരെ ഒന്ന് കയറി നമ്മൾ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി 16 മിനിറ്റ്. ഇത്രയും നേരം നല്ല സ്മൂത്തറായിരുന്നു. ഇപ്പോൾ ചെറിയ കുതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നമ്മളെ എങ്ങോട്ടൊക്കെയൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട്. സംഭവം നമ്മൾ എത്താറായി. ഈ കാണുന്നത് നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയയാണ്. നമ്മളിനി 5 മിനിറ്റ് ഗൈസ് കാണാൻ പറ്റണമെന്ന് അറിഞ്ഞൂടാ. ആ കാണുന്നത് കുരിശുമല ആണ്. കുരിശുമല അവിടെയാണ്. അവിടെ കുരിശുമല ഉണ്ട്. നമുക്ക് ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഓക്കെ, ഓക്കെ ഗൈസ്, അവിടെ കുരിശുമല ഉണ്ട്. അതെ ഗൈസ്, നമ്മളപ്പോൾ അങ്ങനെ അമ്പൂരി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു 1.3 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട്. 3 മിനിറ്റിനകത്ത് എത്തും എന്നാണ് ഗൂഗിൾ മാപ്പ് പറയണത്. അമ്പൂരി പള്ളി ഗൈസ്, നമ്മൾ എത്താറായി. ഇനി 900 മീറ്റർ കൂടെ ഉണ്ട്. 2 മിനിറ്റ്. നമ്മൾ ഇതാ അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം എത്താൻ പോകുന്നു. നമ്മൾ ഈ ഇറങ്ങി നേരെ ചെല്ലുന്നത് പാലത്തിലോട്ടാണ്. എത്താത്ത
ഇവിടുത്തെ കറക്റ്റ്. ഇപ്പോൾ നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയൊക്കെ ചെറുതായിട്ട് കാണാം. തിരക്കുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇവരെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വെച്ച് വെറുപ്പിക്കുന്നത്? അപ്പോൾ നമ്മളെത്താൻ പോകുന്നു. നേരെ പാലത്തിലോട്ട് വെക്കോ, അക്കരെ വെക്കോ. ഇതാണ് കുട്ടിച്ചൻകടവ് പാലം. സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. ഒരു വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് ബാക്കി കാണിക്കാം. ഗൈസ്, ഇതാണ് പാലം. നമുക്ക് സൺസെറ്റ് ലൈറ്റായിട്ട് കാണാൻ പറ്റും. ബട്ട് മലയുള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മൾ പാലത്തിൽ കയറണം. അടിയിലോട്ട് പോയിട്ട് വരാം. അടിയിൽ എന്താണോ ഇവിടെ വലുതായിട്ട്, പക്ഷെ അക്കരക്കരയിൽ പോകുന്നെങ്കിൽ കിളിപ്പെട്ട് കാണായിരുന്നു. ഇത് നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ആണ്. കാച്ച്മെൻ്റ് അല്ല, റിസർവയറാണ്. ഇവിടെ അങ്ങോട്ടാണ് നെയ്യാർ ഡാം എന്നാണ് തോന്നുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അങ്ങോട്ടാണ് നെയ്യാർ ഡാം. നല്ല ഹൈറ്റിലാണ്. ഇതാണ് പാലത്തിൻ്റെ തുടക്കം. ഇനി നമുക്ക് മുകളിൽ പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി മുകളിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സെൻട്രലിലോട്ടൊക്കെ പോവാം. നന്നായിട്ട് അണയ്ക്കണുണ്ട്. അത്രയും കയറിയപ്പോൾ തന്നെ വലിയ തിരക്കില്ല ഇന്ന്. തിരക്കില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. വണ്ടി ഫുൾ ആളാണെന്നാണ് തോന്നുന്നത്. ഒരു ഐലൻഡ് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഗൈസ്, എൻ്റെ ഊഹം ശരിയായിരുന്നു. ആ വണ്ടിയിൽ ഫുൾ ആൾക്കാരായിരുന്നു. നമുക്കിത് ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം.
ഗൈസ് ആ കാണുന്നത് നമ്മുടെ അഗസ്ത്യാർകൂടം ആ ഏരിയയാണ് അങ്ങോട്ട് കാണുന്നത്. ഇത് ഈ മലയുടെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. അത് എന്തായാലും അഗസ്ത്യാർകൂടം ഏരിയ ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് നെയ്യാർ ഈ വഴി അങ്ങോട്ട് പോകുന്നത് ഒരു ട്രൈബൽ വില്ലേജാണ്. എന്തോ പുരവിമല അങ്ങനെ എന്തോ ആണ് പേര്. ഗൈസ് നല്ല കാറ്റുണ്ട് ഇവിടെ. പിന്നെ ജിയോ റേഞ്ച് ഇല്ല, 4G ഉള്ളൂ, 5G ഇല്ല. പിന്നെ ഇവിടെ കാണാൻ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാനും കൂടെ പോയിട്ടായിരിക്കും വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. നമ്മളിനി വന്ന വഴി ഫുള്ള് തിരിച്ചു പോകും, വെള്ളറുടെ വഴി വീട്ടിലോട്ട് പോവാം. ഇത് സ്കൂളാണ്, സെൻറ്റ് തോമസ് HSS സ്കൂൾ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ അല്ല, ഇവിടെ ഈ സംഭവത്തിൽ നമ്മൾ പിന്നെയും അമ്പൂരി ജംഗ്ഷനെത്തി. ഗൈസ് അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നേരത്തെ വേറെ വഴി കൂടെയാണ് വന്നത്, ഇപ്പോൾ നമ്മൾ വേറെ വഴി കൂടെയാണ് പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. നമുക്ക് ഫുഡ് കഴിക്കണം ലൈറ്റായിട്ട്, എന്നിട്ട് വീട്ടിലോട്ട്. നമ്മളപ്പോൾ എവിടെ എത്തി? കുടപ്പനമൂട് എത്തി. ഇനി നമ്മൾ വെള്ളത്തെ വഴി വീട്ടിലോട്ട് പോകും. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നേരെ വീട്ടിലോട്ട്. സോ ഗൈസ്, ഞാൻ ഔട്ട്റോ എടുക്കാൻ മറന്നുപോയി. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. എനിക്ക് വീട് വരെ വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ കാണും, ദയവായി ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും